ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് കുറേ പേര് നമ്മളോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തള്ളല്ല കേട്ടോ, നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും നമ്മൾ അറിയാവുന്നവരും ഇങ്ങനെ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഫിൻലാൻഡിൽ വരാമേ എന്നൊക്കെ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഏജൻസിയുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മളോട് ആൾക്കാർ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ ഏജൻസീസ് ജെനുവിൻ ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ അറ്റ് പ്രസൻറ്റ് അവരാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏജൻസിയുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം ഫിൻലാൻഡിലേക്ക് ഒരു ഏജൻസി റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ സംഭവങ്ങളെല്ലാം അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടിക്കൽ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് അവരിവിടെ കൊണ്ടുവരുന്നത്. അവർ പറഞ്ഞതനുസരിച്ച് ഗവൺമെൻറ് സെക്ടേഴ്സിൽ അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഒരു പ്രാക്ടിക്കൽ നഴ്സായിട്ട് പഠിച്ചത് ഞാനൊരു പ്രൈവറ്റ് സെക്ടറിൽ നിന്നിട്ടാണ്. അപ്പം നമ്മുടെ വർക്കിൻ്റെ പെർമിറ്റിലാണ് ഞാനിവിടെ വന്നത്. ഞാനത് ഓൾറെഡി എൻ്റെ വീഡിയോയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറയാം. ഞാൻ വർക്കിൻ്റെ പെർമിറ്റിലാണ് ഇവിടെ വന്നത്. എൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പ്രാക്ടിക്കൽ നഴ്സിംഗ് പഠിച്ച് പാസ്സായത്. പക്ഷേ എന്താണ്, ഞാൻ സ്കൂളിൽ ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പ്രാക്ടിക്കൽ നഴ്സിൻ്റെ ക്ലാസ്. ഈ പ്രാക്ടിക്കൽ നഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫിൻലാൻഡിൽ നമ്മുടെ BSc നഴ്സിംഗ് അല്ലെ GNM നഴ്സിംഗ് അവർ ഡയറക്റ്റായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്രൂവ് ചെയ്യാത്തത് കൊണ്ട് ഒരു അഡാപ്റ്റേഷൻ മീൻസ് ഒരു ഗ്യാപ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുക. അത് ഇവിടുത്തെ നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു ഏകദേശം ഒരു തുല്യത ചെയ്യുക എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ നേഴ്സല്ല, അപ്പോഴും നേഴ്സിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ലൈസൻസ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാം. പ്രാക്ടിക്കൽ നഴ്സിൻ്റെ വർക്ക് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത് തന്നാൽ പോലും പിന്നെയും ഞാൻ പറയാം. നമ്മൾ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ മോർണിംഗ് റൂട്ടീൻസ് കാര്യങ്ങളെല്ലാം പേഷ്യൻസിന് ചെയ്യണം. പ്ലസ് അവർക്ക് ഫുഡ് കൊടുക്കണം. ഇത് ഞാൻ ഓൾഡ് ഏജ് ഹോമിലെ കാര്യം കേട്ടോ പറയുന്നത്. ഹോസ്പിറ്റലിൽ ഇവർക്ക് വേറെ വർക്കായിരിക്കും ഉള്ളത്, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഓൾഡ് ഏജ് ഹോമിലെ കാര്യമാണ്. പിന്നെ ഹോം കെയറിൽ വേറെ വർക്കായിരിക്കും ഉള്ളത്. അപ്പം ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ രാവിലെ അവർക്ക് ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്നത് അതാകുമ്പോൾ അവർക്ക് വിളമ്പി കൊടുക്കും. ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് കഴിപ്പിച്ച് കൊടുക്കുക. പിന്നെ അവർക്ക് മരുന്ന് കൊടുക്കാനുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കുക. അതിന് ലൈസൻസ് വേണം കേട്ടോ, അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കൊടുക്കുക. പിന്നെ അവരുടെ ബേസിക് കെയർ നീഡ്സ് അത് നമ്മൾ ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത്, നമ്മൾ അവരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഇപ്പം നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അവരുടെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഡൗൺ ആക്കാതെ അവരെ അത് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക. ഇനി ഒട്ടും ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ നഴ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് 2 വർഷം പ്രാക്ടിക്കൽ നഴ്സിംഗ് പഠിക്കണമെന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം 2 വർഷം പ്രാക്ടിക്കൽ നഴ്സിംഗ് പഠിക്കുന്ന കുറേ പേര് നമുക്കറിയാവുന്നവരുണ്ട്. പക്ഷെ ഞാൻ പഠിച്ചത് 1 വർഷം കൊണ്ടാണ്. 1 വർഷം കൊണ്ട് ഞാൻ പ്രാക്ടിക്കൽ നഴ്സിൻ്റെ ലൈസൻസ് എനിക്ക് കിട്ടി. അത് നിങ്ങൾ വരുന്ന സ്ഥലത്തെ അനുസരിച്ചിരിക്കും, നിങ്ങൾ ചേരുന്ന കോളേജ് വൊക്കേഷണൽ സ്കൂളിനെ അനുസരിച്ചിരിക്കും. ഇത് വൊക്കേഷണൽ സ്കൂൾ, അതായത് പറഞ്ഞു വരുവാണെങ്കിൽ +2 കഴിഞ്ഞിട്ട്, അത് +2 നമ്മൾ പഠിക്കത്തില്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 പഠിക്കുന്ന ഒരു സംഭവം. ഞാൻ BSc ആണെങ്കിൽ ഞാൻ പ്രാക്ടിക്കൽ നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല മേളിലേക്കല്ല പഠിക്കുന്നത്, ഞാൻ താഴേക്കാണ് പഠിക്കുന്നത് പ്രാക്ടിക്കൽ നഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചാൽ കൊള്ളാം. പിന്നെ എന്താണ്, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയുണ്ട്, നമ്മൾ ഫിനിഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും, നമുക്ക് അതിനുള്ള കാലിബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്താ പറയുക, നല്ലൊരു രാജ്യമാണ്. ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്താണ്, ഹസ്ബൻഡിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, എങ്ങനെയൊക്കെയാണ്, അവർക്ക് ലാംഗ്വേജ് പഠിക്കണോ, അത് നിർബന്ധമാണോ അവർ ലാംഗ്വേജ് പഠിക്കേണ്ടത് എന്നായിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹസ്ബൻഡിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹെൽസിങ്കിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് കുറേ പേര് അങ്ങനെ ഉള്ളത് കാരണം നമുക്ക് ജോലി സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ
ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോലികൾ വളരെ കുറവാണ് ഇവിടെ. എല്ലാവർക്കും തന്നെ ഫിന്നിഷ് സംസാരിക്കണം. അപ്പം ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലികളാണെങ്കിൽ പോലും ഭയങ്കര ടഫാണ് കിട്ടാനായിട്ട്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ലാംഗ്വേജ് കോഴ്സ് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ലാംഗ്വേജ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ് സംസാരിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ജോലി നേടാനായിട്ട്. എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒരിക്കലും ജോലി കിട്ടില്ല എന്നല്ല പറയുന്നത്, ജോലി കിട്ടും, പക്ഷെ ഈ കടമ്പകളൊക്കെ നമ്മൾ കടക്കണം. പിന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഫിൻലൻഡിൽ ഒരു റൂള് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് ഹസ്ബൻഡിനെ കൊണ്ടുവരാനും പിള്ളേരെ കൊണ്ടുവരാനും ഒക്കെയുള്ളൊരു ആവറേജ് എമൗണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് എത്ര സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാമെന്നും നമ്മുടെ മക്കളെ കൊണ്ടുവരാമെന്നും ഒക്കെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം ഈ നവംബർ മുതലേ അത് ചേഞ്ച് ആയിട്ടുണ്ട് ആ റൂള്. അപ്പം അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. പക്ഷെ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് വേർഷൻ അല്ല, ഫിനിഷാണ്. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ്. അപ്പം നേരത്തെ തന്നെ 2024 നവംബർ മാസത്തിന് മുമ്പുള്ള കണക്ക് പ്രകാരം എനിക്കൊരു മാസം ചിലവാകുന്ന ഫിൻലൻഡിലെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 യൂറോ ആയിരുന്നു. അതിൻ്റെ പുതിയ കണക്ക് പ്രകാരം 1210 യൂറോയാണ് ഈ നവംബർ മാസം മുതൽ എനിക്ക് മാത്രം എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഗവൺമെന്റ് വെച്ചേക്കുന്നത്. അതിനുശേഷം ഇപ്പം നമ്മുടെ സ്പൗസ്, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തത് ഏകദേശം 700 യൂറോ ആയിരുന്നു. പക്ഷെ അവിടെ ഒരു ചെറിയൊരു കുറവുണ്ട്. 2024 11 മാസത്തിൽ ഒരു ചെറിയ കുറവുണ്ട്, 610 യൂറോ മതി. ടോട്ടല് 1820 യൂറോ രണ്ടുപേർ കൂടി താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഹസ്ബൻഡിന് അവരൊരു ഇച്ചിരി പൈസ കുറച്ചപ്പം നമ്മുടെ ഫസ്റ്റ് ആരാണോ ഹസ്ബൻഡോ വൈഫോ ആരാണോ ഇവിടെ ഇപ്പം വിസ ഉള്ളത് ആ ആൾക്ക് അവർ ക്യാഷ് മീൻസ് യൂറോ കൂട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ താഴേക്ക് വരുവാണ്, നമ്മുടെ ഒരു കുട്ടിയുള്ള ഫാമിലി. അപ്പോൾ ആ കുട്ടീനെ കൂടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 യൂറോയാണ് ഒരു മാസം ചെലവ്. 500 യൂറോ 2024 നവംബർ മാസത്തിന് മുമ്പ് വരെ. പക്ഷെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആ കുട്ടിക്ക് 610 യൂറോ വേണം. അപ്പം രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2430 യൂറോ. ഇതിന് ശേഷം 2 മക്കളുള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് 400 യൂറോയും ആയിരുന്നു നേരത്തെ കണക്ക്. ഇപ്പം 480 യൂറോ വേണം. അങ്ങനെ വരുമ്പോൾ 2910 യൂറോ. മനസ്സിലായി? ഇനി കൂടുതൽ മക്കളുള്ളവരുടെ കാര്യം ഞാൻ പറയണോ? അല്ല, പറഞ്ഞേക്കാം. മൂന്നാമത്തെ കുട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും 200 യൂറോ ആയിരുന്നു. ഇതിപ്പം ഇൻക്രീസ് ആക്കിയിട്ട് 300 യൂറോയാണ്. അത് ഇൻക്രീസ് ആക്കി ഇപ്പം 360 ആക്കി. അങ്ങനെ 3270 യൂറോ. അപ്പൊ പറഞ്ഞു വരുവാണെങ്കിൽ അച്ഛൻ, അമ്മ, 3 മക്കള് അടങ്ങിയൊരു ഫാമിലി ഫിൻലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3270 യൂറോ നമ്മുടെ അക്കൗണ്ടിൽ കാണണം. ഐ മീൻ ഇത് സാലറി എന്നല്ല, നമ്മുടെ സാലറിയിൽ നിന്ന് വേറോ എല്ലാം പോയതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ ആരാണോ ഇവിടെ ഫിൻലൻഡിൽ ജോലി ചെയ്യുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ വേണം എന്നുള്ളതാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാൾ മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അവരുടെ ഡിപ്പെൻഡ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ടാക്സിന് ശേഷം ഇത്രയും തുക കാണണം. അതായത് 3270 യൂറോ. അപ്പം നമ്മൾ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാക്ടിക്കൽ നഴ്സിങ്ങിന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി എന്ന് പറയുന്നത് നമുക്ക് 2210 അല്ലെങ്കിൽ 220 യൂറോ ഒക്കെ ആയിരിക്കാം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ബേസിക് സാലറി എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം നമ്മുടെ ലീസ കാര്യങ്ങൾ മീൻസ് എക്സ്ട്രാ സാലറീസ്, സൺഡേ എക്സ്ട്രാ, അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഞാൻ ഓൾറെഡി പറഞ്ഞു 2500. ഈ 2500 നിന്ന് നമ്മുടെ ടാക്സ് പോകും. ടാക്സ് പോയി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1900-2000 യൂറോ അടുത്ത് കിട്ടും. അപ്പം നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ഇവിടെ വരാം. അപ്പം ഇതിനെല്ലാം എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ
ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കേക്ക് ഗിഗ് വർക്കിന് പോകുന്നതെന്ന്. അപ്പം നമ്മൾ ഒരാളിവിടെ വന്ന് നമ്മൾ പ്രാക്ടിക്കൽ നേഴ്സായി നമ്മുടെ ഫാമിലി ഇപ്പോഴും നാട്ടിലാണ്, നമ്മുടെ ഒരാളുടെ സാലറിയിൽ വേണം നമുക്ക് ഇത്രയും കുടുംബം, അതായത് 2 മക്കളടങ്ങിയ കുടുംബം ഇവിടെ എത്താൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടി സാധിക്കും. പക്ഷേ അപ്പം നമ്മൾ മെയിനായിട്ട് എൻകറേജ് ചെയ്യേണ്ട എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിന്നിഷ് ലാംഗ്വേജ് ഫ്ലുവൻറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ സ്റ്റുഡൻറ് പീരീഡിലാണെങ്കിൽ പോലും നമുക്ക് ഗിഗ് വർക്കിന് പോകാൻ വേണ്ടി സാധിക്കും, നമ്മുടെ ഫിന്നിഷ് ലാംഗ്വേജ് നല്ലതാണെന്നുണ്ടെങ്കിൽ. അതിന് നമ്മുടെ പ്രൈവറ്റ് സെക്ടേഴ്സ്, അതായത് പ്രൈവറ്റ് ഓൾഡ് ഏജ് ഹോമുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരാൻ, എൻ്റെ പോണക്ക് ഗിഗ് വർക്കിന് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ റിക്രൂട്ട്മെന്റ് ആൾക്കാർ ഹെഡിന് മെയിൽ അയക്കുക. മെയിൽ അയച്ചു കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിന് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ നോക്കും, ഓക്കെ നമ്മുടെ ഫിന്നിഷ് ലാംഗ്വേജ് ഫ്ലുവൻസി എങ്ങനെയുണ്ട്, നമുക്ക് പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഇതെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്കും ഓക്കെ നിങ്ങൾ സെലക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഇന്ന മുടക്ക് ഇന്ന സമയത്ത് ജോലിയില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ഓൺലൈൻ ആപ്സ് ആയിരിക്കും, അതിലായിരിക്കും നമ്മുടെ ആരെങ്കിലും വരാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും അപ്ഡേഷൻ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പം ചില കേസിൽ ചില കമ്പനീസിൽ അവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും. അത് ഡിപ്പെൻസ്, നിങ്ങൾക്ക് ജോലി കിട്ടുന്ന പ്ലേസ് അനുസരിച്ചിരിക്കും. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഹെൽസിങ്കിയിലെ കാര്യമാണ്. ഇനിയും ഫിൻലൻഡിലെ ഒട്ടുമിക്ക പ്ലേസുകളിലും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കണമെന്നാണ് തോന്നുന്നത്. കാരണം പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനിയിപ്പം കുറച്ചുള്ളിലേക്ക് താമ്പര, ഓളു അങ്ങനത്തെ ഉള്ള പ്ലേസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ഹെൽസിങ്കി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടാക്സ് എമൗണ്ട് സെയിം ഇത്രയൊക്കെ തന്നെ കട്ട് ചെയ്യും. പക്ഷെ നമുക്കവിടെ എന്താ പറയുക, നമ്മുടെ റെന്റ് കൊടുക്കുന്നതും അങ്ങനത്തെ ഫുഡ് ഐറ്റംസിന്റെ ചെലവും ഒക്കെ കുറച്ച് ഹെൽസിങ്കിനെ വെച്ച് താരതമ്യേന കുറവായിരിക്കും അങ്ങനെ കുറച്ച് ഉള്ളിലേക്കുള്ള പ്ലേസിൽ. അപ്പം കേക്കയ്ക്ക് പോകുന്ന കാര്യം ഒരു ഓപ്ഷനാണ്. അപ്പം നമ്മൾ അവിടെ കേക്കയ്ക്ക് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന സാലറി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ഇൻക്ലൂഡ് ആവുന്നത്. അപ്പം അതിലും ടാക്സ് പോകും കേട്ടോ. അത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു മാസത്തിലെ എമൗണ്ട് ഏകദേശം 3000-ൽ കൂടുതൽ പോവുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാം. പിന്നെ ഇത് പ്രൈവറ്റ് സെക്ടറിലല്ലാണ്ട് വേറെ സെവ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിലും നമുക്ക് കേക്കായിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതിലും ഇതുപോലെ തന്നെ നമുക്ക് ഇന്റർവ്യൂ കാണും, ഫോണിങ് ഇന്റർവ്യൂ കാണും. അപ്പോൾ ആ ഫോണിങ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അവർ സെലക്ട് ആവുകയാണെങ്കിൽ അവർ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അങ്ങനെ അതിൽ പോവാം. അപ്പം നഴ്സുമാർക്ക് ഈ ഒരു സംഭവം നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരുക്കമാണോ അതിനനുസരിച്ച് കുറച്ച് എളുപ്പമായിരിക്കാം. നമുക്ക് അത്രയും എമൗണ്ട് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നാ പറയാനുള്ളത്, ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. പിന്നെ ഇപ്പം വന്ന പുതിയ ഏജൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ജെന്യുവിൻ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് മറുപടി തരാൻ അറിയത്തില്ല. ബിക്കോസ് അത് ഡിപ്പെൻസ്. ഇപ്പം ഞാൻ പറയട്ടെ, അവർ നല്ലൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഏജൻസി ആയിരിക്കാം മേ ബി. അപ്പം അവർ ഓൾറെഡി ഇത്ര കാൻഡിഡേറ്റ്സിനെ എടുത്തു, അവർ ലാംഗ്വേജ് എല്ലാം പഠിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ഫിൻലാൻഡിൽ ഒരു നിയമം വരുക, ഇപ്പം ഈ ഒരു പ്ലേസിലേക്ക് നമുക്ക് ആൾക്കാരെ, അതായത് വർക്കേഴ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആ സിറ്റിയിലില്ല. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നമ്മൾ നാട്ടിലാണ് നിൽക്കുന്നത്, നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. അപ്പം അവർ കുറച്ച് നാളത്തേക്ക് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. പിന്നെ എപ്പോഴാണ് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇന്ന ഏജൻസിയാണ് നല്ലത്, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പൈസ കൊടുക്ക്, നിങ്ങൾ വാ എന്ന് എനിക്ക് പറയാൻ സാധിക്കാത്തത്. പിന്നെ ഞാൻ വന്നപ്പോൾ എത്ര രൂപ എനിക്ക് ചെലവായി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1.5 വർഷമായി. എനിക്ക് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ ചെലവായി. അത് ഫീസിന്റെ കാര്യമല്ല കേട്ടോ, എൻ്റെ ഫുൾ എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ വർക്ക് പ്ലേസ് ആണ് എനിക്ക് BFS അടയ്ക്കാനുള്ള ക്യാഷ് പേ ചെയ്തത്. ഞാൻ അടച്ചു നാട്ടിൽ നിന്ന്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് റിട്ടേൺ ആ പൈസ തന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ
എന്താ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. പ്രാക്ടിക്കൽ നഴ്സിങ്ങിന് ആയിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, പിന്നെ എൻ്റെ ഫാമിലിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ തോന്നുന്നവർക്ക് എങ്ങനെയൊക്കെ ആവും, എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ഫുൾ ഇങ്ങോട്ട് എത്തിക്കാം എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്നോട് കോൺടാക്ട് ചെയ്യുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കണ്ടതിന് നന്ദി. ബൈ.